ജമ്മുകശ്മീരിലെ കട്ഫയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. 3 സൈനികർക്ക് വീരമൃത്യു. രജൌരിയിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ കുറ്റപത്രമായി പ്രധാന തെളിവായി മൊബൈൽ ഫോൺ. ജൂനിയർ വിദ്യാർത്ഥികൾ ഇരയായത് ക്രൂര റാഗിംഗിനെന്ന് കണ്ടെത്തൽ. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. PK ശ്രീമതിയോടുള്ള ഖേദ പ്രകടനം ഔദാര്യമെന്ന് B ഗോപാലകൃഷ്ണൻ. ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി കരഞ്ഞ സാഹചര്യത്തിൽ. സ്ത്രീയുടെ കണ്ണീരിന് തന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ട്. ഖേദ പ്രകടനത്തെ പൊലിപ്പിക്കുന്നവർക്ക് വിവരക്കേടെന്നും ഗോപാലകൃഷ്ണൻ. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം BJPയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ഇന്ന്. പുതിയ നേതൃനിര സംബന്ധിച്ച ചർച്ചകൾ സുപ്രധാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും. ആവേശം കഴിഞ്ഞപ്പോൾ എമ്പുരാനെ ചൊല്ലി സർവത്ര വിവാദം. ഉള്ളടക്കത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ പോര്. വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി അണിയറ പ്രവർത്തകർ. സിനിമ ചോർന്നത് തമിഴ് വെബ്സൈറ്റിലൂടെ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട. ഒമാനിൽ നിന്ന് എത്തിച്ച 140 ഗ്രാം MDMA പിടികൂടി. 3 പേർ അറസ്റ്റിൽ. MDMA കരിപ്പൂർ വഴി വിമാനമാർഗം കൊണ്ടുവന്നതെന്ന് പോലീസ്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വരുമോ? റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. കോടതിക്ക് മുന്നിലെത്തുന്നത് വിജിലൻസ് കോടതിയും സിംഗിൾ ബെഞ്ചും തള്ളിയ ആവശ്യം. തുരങ്കപാതയെ ചൊല്ലി വിഴിഞ്ഞത്തുകാർക്ക് ആശങ്ക വേണ്ടെന്ന മന്ത്രി VN വാസവൻ. തീരദേശത്തുള്ളവരുമായി ചർച്ച നടത്തും. തുറമുഖം യാഥാർത്ഥ്യമായത് വലിയ പ്രതിഷേധം അതിജീവിച്ചാണെന്നും തുറമുഖ മന്ത്രി ന്യൂസ് 18നോട്. കരുനാഗപ്പള്ളിയിലെ കൊലപാതകത്തിന്റെ കാരണം തേടി പോലീസ്. കൊട്ടേഷൻ കൊലപാതകമെന്ന് സ്ഥിരീകരണം. തൊടുപുഴ സ്വദേശി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ആഷിഖ് ജോൺസനെ ചോദ്യം ചെയ്തു. ഇന്ന് റമദാനിലെ അവസാന വെള്ളിയാഴ്ച. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നമസ്കാരങ്ങളും. പെരുന്നാളിന് ഒരുങ്ങി വിശ്വാസികൾ.